നമസ്കാരം. പ്രേമരാജ പുന്നാട്. അപ്പോൾ അർജുനായങ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. അർജുനായങ്കിയെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കുകയോ ജയിലിലടക്കുകയോ ചെയ്താൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തന്നെയാണ്. അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയും അർജുനായങ്കിയും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചവരാണ്. ഒരു കാലഘട്ടത്തിൽ അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. CPIM-ന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അല്ല എന്ന് ചില നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേട് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ മാതൃകയാക്കേണ്ടത് VD സതീശനെയാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെയാണ്. പറയാൻ കാരണം VD സതീശൻ്റെ ഓഫീസിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ, ഓഫീസിലല്ല, അവർ തെറ്റായ പ്രചരണമാണെന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷേ മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സൈബർ എന്തോ ഒരു സെല്ലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ സെല്ലിലാന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിൽ നമ്മൾ കടിച്ചു തൂങ്ങുന്നതിൽ അർത്ഥമില്ല. എങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രി ജനീഷ് കുമാർ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ്. അപ്പോൾ അതിൽ ആ പൊരുത്തക്കേട് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി പറഞ്ഞത് അവരെ എനിക്കറിയാം, അവരെ എനിക്ക് പരിചയമുണ്ട്, ഇന്നിന്ന കാര്യങ്ങളിൽ അവരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരുമായി പരിചയമുണ്ട് എന്നവർ പറഞ്ഞു. നിങ്ങൾ തള്ളിക്കളയോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയോ അറിയില്ലെന്ന് പറയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് മാന്യത, അതാണ് ആർജവം. എന്തേ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ ഒരു കാലഘട്ടത്തിൽ DC ഓഫീസിലുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അർജുനായങ്കി DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയിലുണ്ടായിരുന്നു, റെഡ് വളണ്ടറായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ അടുത്ത കാലം വരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ കണക്കിനാണെങ്കിൽ പേന ഉന്തിയതാണ്, ഫേസ്ബുക്കിലൂടെ കുറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തി നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞാൽ അതിനൊരു സുഖമുണ്ട് കേൾക്കാൻ. ഇനി അത് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ നിങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളോടൊരു സഹായം ആയെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടില്ല. ഒന്നിക്കൽ ജയരാജേട്ട, അല്ലെങ്കിൽ ഗോവിന്ദമാഷേ, അല്ലെങ്കിൽ KK രാഗേഷേ ഒന്ന് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി ഇടപെടണം, അല്ലെ എനിക്ക് ജാമ്യം എടുക്കണം, അല്ലെ എന്നെ സഹായിക്കണം, അല്ലെ എന്നെ പാർട്ടി ഓഫീസിൽ സംരക്ഷിക്കണം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ധരമേണ്ടെങ്കിൽ ആൾ വന്ന് ചോദിക്കും, പാർട്ടി ഓഫീസിൽ അങ്ങനെ ആളെ സംരക്ഷിക്കുമെന്ന്. സംരക്ഷിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ED അക്രമ കേസിൽ. നമ്മൾ ലൈവിൽ കണ്ടതാണല്ലോ, അതുകൊണ്ടാണല്ലോ പറയുന്നത്. സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം. അപ്പം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അവർ. പിന്നെ എന്തിനാ അവരെ തള്ളിപ്പറയുന്നത്? പിന്നെ അവരൊരു കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു, ചില കേസുകളിൽ അവർ ഉൾപ്പെട്ടു, പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം അവർ അവരുടെ റൂട്ട് വ്യതിചലിച്ചു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോ പറയാം. ഈ കേസ് പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോകുന്നത്. പക്ഷേ അവർ സ്വർണം പൊട്ടിക്കുക എന്ന ആരോപണം മാത്രമാണ് കേട്ടോ, തെളിയിക്കപ്പെട്ടിട്ടില്ല. അവർ കോടതി ശിക്ഷിച്ചില്ല. സ്വർണം പൊട്ടിക്കാൻ പോയത് കടത്തിക്കൊണ്ടുവരുന്ന കള്ളക്കടത്തായ സ്വർണം പൊട്ടിച്ചു എന്നൊരു ആക്ഷേപവും ആരോപണവും കേസും മാത്രമേ ഇവരുടെ പേരിലുള്ളൂ. അർജുനായങ്കിയുടെ പേരിലും ആകാശ് തില്ലങ്കേരിയുടെ പേരിലൊക്കെ അതാണ് ആക്ഷേപം. പാർട്ടിക്ക് മേലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രക്തസാക്ഷി മാത്രമാണെന്ന് പറയുന്ന ആ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ച ആൾക്ക് ആ ആരോപണവും തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെളിയിക്കപ്പെട്ടത്. കാരണം പയ്യന്നൂരിലെ ജനത അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അവിടുത്തെ പാർട്ടി മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ രക്തസാക്ഷി ഫണ്ട് കട്ടിയ ആൾക്ക് പരവതാനി വിരിച്ച് പട്ടുമെത്ത കൊടുത്ത് പാർട്ടിയിൽ സുരക്ഷിതമായ സംരക്ഷണം, എന്നിട്ട് പാർട്ടിക്ക് ദോഷകരമായ പ്രവർത്തനം നടത്തിയ ആളുകൾ പാർട്ടിക്ക് പുറത്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടിയിലുള്ള പ്രവർത്തകൻ പ്രയാസം അനുഭവിക്കുള്ള പ്രതിരോധം തീർത്തതിൻ്റെ ഭാഗമായി കേസ് അനുഭവിച്ചിട്ട് ഇന്ന് അവർ തള്ളപ്പെട്ടവർ. രക്തസാക്ഷി ഫണ്ട് കട്ടു, തീർന്നോ?
തീർന്നില്ല. ഓഫീസ് ഫണ്ട് കട്ടു, തീർന്നോ? അവിടെയും തീർന്നില്ല. എലക്ഷൻ ഫണ്ട് കട്ടു, തീർന്നോ? അവിടെയും തീർന്നില്ല. ചതുപ്പ് നിലം, അങ്ങനെ അവിടെ പയ്യന്നൂർ പ്രദേശത്ത് എന്തെങ്കിലും ഒരു സംഭവം കൊടുക്കുമ്പോൾ കപ്പം കൊടുക്കുന്ന പരിപാടിയില്ലേ, അതുപോലെ കപ്പം കൊടുക്കണം ഇയാൾക്ക്. അങ്ങനെ അവിടെ രാജാവായി വാഴുന്ന അദ്ദേഹത്തെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഇതുപോലെ ഒരു പ്രസ്താവന നടത്താൻ, മാറ്റി നിർത്താൻ, ആരോപണ വിധേയ ആളുകളെ മാറ്റി നിർത്ത്. എന്നിട്ട് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തട്ടെ, എന്നിട്ട് വരട്ടെ. അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കില്ലേ? എന്താ അത് ചെയ്യാത്തത്? അർജുനായെങ്കിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒതുക്കി എന്നായിട്ടും അത്രയേ ഉള്ളൂ. മറ്റവർ മധുസൂദനൻ എം പി ജയരാജൻ്റെ സ്വന്തം ആളാ, അന്ന് ജില്ലാ സെക്രട്ടറി എം പി ജയരാജനാ. എം പി ജയരാജനുമായി ബന്ധപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുക, ഇതാണ് ഇതിനകത്ത് നിലപാട്. വേറൊന്നുമല്ല. കണ്ണൂർ പട്ടണത്തിൽ കണ്ണായ സ്ഥലത്ത് ഓഫീസ് എടുത്തിട്ട് അവിടെ അതിനകത്ത് കോടികൾ അഴിമതി നടത്തി, കോടിയേരിയുടെ പേരിൽ. അതിന് അതിൽ പാവം പിടിച്ച ഒരു ലോക്കൽ സെക്രട്ടറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് കരുതുന്ന ജീവൻ ത്യജിച്ച രക്തസാക്ഷിക്ക് ആ രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടു എന്ന് അന്ന് ആ ജില്ലാ കമ്മിറ്റിയിൽ ഒരുമിച്ചിരുന്ന ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വെളിപ്പെടുത്തി അതിൻ്റെ തെളിവും പുറത്തു വിട്ടിട്ട് എന്നിട്ടും മനസ്സിലാകാതെ ഇന്നും അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടക്കുന്നു. അതിൻ്റെ പ്രകാരം പാർട്ടിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുന്നു. ബംഗാളിനേക്കാൾ, ത്രിപുരയേക്കാൾ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയേണ്ടത്, ആ നിലയിൽ ക്യൂബയെ പോലെ ഉറച്ചു നിൽക്കുന്ന പയ്യന്നൂർ പോലത്തെ ഒരു മണ്ഡലത്തെ UDFൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുത്ത അദ്ദേഹത്തിനെതിരെ ചെറുവിരലനക്കാൻ നിങ്ങൾ കഴിയുന്നില്ല. എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്ത അർജുനായങ്കിയെ, ആകാശ് തില്ലങ്കേരിയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തണം പോലും. അവരിപ്പോഴും പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്നവരാ. അല്ലാണ്ട് അവർ പാർട്ടീൻ്റെ ഒന്നും കട്ടിട്ടില്ല. അവർ പാർട്ടിയുടെ ഫണ്ട് കട്ടില്ല. ഇപ്പോൾ ബക്കറ്റ് വരുവാർത്തത് ചില സ്ഥലത്ത്. ഇനി അതിൻ്റെ